പ്രോബ്ലംസ് ഒരുപാടുണ്ടായിട്ട്. കാരണം അത് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, ഈ ഒരു എന്താ പറയുക മേലേക്കട ഈ അക്ഷരജ്ഞാനമുള്ള ഒരു വരേണ്യ വർഗത്തിൽ നിന്നാണ് എനിക്ക് ഇപ്പോഴും ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അല്ലാതെ സാധാരണക്കാരൻ ഒരു പ്രശ്നമില്ല. അപ്പോൾ കേരളം പോലെയുള്ള ഒരു സാംസ്കാരിക ഒരു കൂട്ടായ്മയുള്ള ഈ നാട്ടിൽ ഈ ഒരു ശില്പം കണ്ടിട്ട് ഒരുപാട് ബഹളം കൂട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ശില്പത്തിന്, ഒരു കലാസൃഷ്ടിക്ക്, പ്രത്യേകിച്ച് ഒരു ശില്പത്തിന്, ഒരു സ്കൾപ്ചറിന് ഇത്രയും പവർ ഉണ്ടല്ലോ എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാനുള്ളത് നമ്മൾ OV വിജയൻ മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു. ഒരു തവണ പറഞ്ഞൊരു വാക്കാണ്. വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഞാൻ ഈ യക്ഷി ചെയ്തത്. അപ്പോൾ വിജയൻ ചോദിച്ചു, ഇനിയിപ്പോൾ കാനായി എന്താണ് ഇനി അടുത്ത പുറപ്പാട് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു എന്താ ചോദിച്ചു. അല്ല, യക്ഷിക്ക് ശേഷം എന്താണെന്ന് ചോദിച്ചു. ഞാൻ കുറേ സംസാരിച്ചപ്പോൾ അവസാനം വിജയൻ പറഞ്ഞത്, നിങ്ങൾ ഈ ശില്പം ഭയങ്കര പവർഫുള്ളാണെന്ന്. കാരണം സാഹിത്യം ഈ യക്ഷിയുടെ ഇതേ രീതിയിലൊരു ഞാൻ വിവരണങ്ങൾ ഒരു നോവലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പരാജയപ്പെടും. കാരണം ബാൻ ചെയ്യും. ശില്പമായതുകൊണ്ട് ഇന്നും ജനങ്ങൾ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞു. അത് സത്യം പറയുന്നത് ഈ ശില്പത്തിൻ്റെ ആ ഒരു പവറുണ്ട്, ലാംഗ്വേജ് പവർ ഓർ എക്സ്പ്രഷൻ, അത് ഭയങ്കര ശക്തികളാണ്. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു പരീക്ഷണം ഞാൻ കേരളത്തിൽ 38 വർഷമായി ചെയ്തത്. ശില്പകലയെ ഈ ക്ഷേത്രകലയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടാണ് എൻ്റെ ഒരു ശ്രമം ഉണ്ടായത്. സാധാരണ നമ്മളെ ഇന്ത്യൻ ശില്പം എന്ന് പറയുന്നത് അധികവും ക്ഷേത്രങ്ങളിലാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ശില്പത്തെ ഒരു പബ്ലിക് സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴാണ് ഈ യക്ഷി കോൺട്രവേഴ്സി ആയത്.